ഒരു നാളും തളരരുതെന്നോദിയവൻ എൻ മാർവിൽ ചാരുവന്നരുളിയവൻ നീ എൻ പാലകനും എൻ സർവവും അരുമനടാ സ്തുതി നിനക്ക് അരുമനടാ സ്തുതി നിനക്ക്. സുഭാഷിതം. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് അപ്പോസ്തലനായ യോഹന്നാന്റെ ലേഖനത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണുന്നു, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു എന്ന്. ഈ ലേഖനം എഴുതുന്നതിന്റെ ഉദ്ദേശവും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം വാക്യം വായിക്കുന്നു, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ജീവിതത്തിൽ പരാജയങ്ങൾ അനുഭവിക്കുമ്പോൾ സന്തോഷിക്കുവാൻ കഴിയുകയില്ല. ജയിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. 2:1 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നു എന്ന്. പാപങ്ങളുടെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ലോകത്തെ ജയിക്കുവാൻ കഴിയാത്ത ബാല്യക്കാരോട് നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു എന്ന്. എങ്ങനെയാണ് ബാല്യക്കാർ ദുഷ്ടനെ ജയിച്ചതെന്ന് 2:14 എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ ഈ ലേഖനം എഴുതിയതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം 5:13 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ലോകത്തെ ജയിക്കുന്നവർക്ക് ഉറപ്പായി ലഭിക്കുന്നതാണ് നിത്യജീവൻ. ലോകത്തെ എങ്ങനെ ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. 1 യോഹന്നാൻ 5:4 വായിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഏതെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ജയിക്കുന്നതെന്ന് യോഹന്നാൻ എഴുതിയിട്ടില്ല. ലോകത്തെ ജയിക്കുവാനുള്ള ഏക കണ്ടീഷൻ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ളതാണ്. For whatever is born of God overcomes the world, and this is the victory that has overcome the world, our faith. എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് യോഹന്നാൻ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നതിനെയോ സുവിശേഷ സന്ദേശത്തിൽ വിശ്വസിക്കുന്നതിനെയോ സൂചിപ്പിക്കുന്നു. രക്ഷയ്ക്കായി യേശുവിൽ വിശ്വസിക്കുകയും കുരിശിലെ ക്രിസ്തുവിന്റെ പാപപരിഹാര പ്രവൃത്തിയിൽ അവിടുത്തെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും പാപത്തിനെതിരെ വിജയാളിയാണ്. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. അതിന്റെ കാരണം 5:18 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഗലാത്യർ 2:16 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ പരാജയപ്പെടുത്തുവാൻ ഉണ്ടാകുന്ന കഷ്ടത, പീഡനം, പ്രയാസം, ബുദ്ധിമുട്ട്, അപകടം, വേർപാട്, ഇങ്ങനെ എന്ത് തന്നെയായാലും യേശുവിലുള്ള വിശ്വാസത്താൽ അതിജീവിക്കുവാൻ കഴിയും. കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും, എന്നാൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് പൗലോസിനോട് ചേർന്ന് പറയുവാൻ കഴിയും, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കരുണയുള്ള പിതാവേ,
അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നിത്യജീവൻ ഉറപ്പുവരുത്തി ഒരു ജയജീവിതം നയിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ജീവിതം ധന്യമാക്കി എന്നു നിസ്വാർത്ഥമാനസരായിടുവാൻ, നന്മയാൽ ജീവിതം ധന്യമാക്കി എന്നും നിസ്വാർത്ഥമാനസരായിടുവാൻ, ദൈവിക സ്നേഹവും സഹനവും ത്യാഗവും എന്നകതാരിൽ നീ നിറച്ചിടണേ. ദൈവിക സ്നേഹവും സഹനവും ത്യാഗവും എന്നകതാരിൽ നീ നിറച്ചിടണേ.